അനുമോദിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച വിഷയം ഞാൻ നേരത്തെ നമ്മളെ പൊൻകുന്നത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ശില്പി ആരാണെന്നുള്ളതാണ്. കഴിഞ്ഞ 2 യോഗങ്ങളിൽ ഞാൻ 2 പേരെ അവതരിപ്പിക്കുകയുണ്ടായി. ആദ്യം നമ്മളെ ചെറുക്കടവിൻ്റെ പിതാവ് അല്ലെ ചെറുക്കടവിൻ്റെ ശില്പി, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, സദാനന്ദ സ്വാമികളാണ്. വൈക്കം CK നാരായണപിള്ള എന്ന് പറയുന്ന സദാനന്ദ സ്വാമികൾ. രണ്ടാമത്തെ, അതായത് കഴിഞ്ഞ യോഗത്തിൽ ഞാൻ അവതരിപ്പിച്ചത് വാഴൂരിൻ്റെ പിതാവാണ്. അത് വാഴൂർ തീർത്ഥപാദ സ്വാമികൾ, നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയുടെ നാടായ, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന വടക്കൻ പർവ്വതത്തിൽ നിന്ന് വന്ന നാരായണക്കുറുപ്പ് ആണ്. അദ്ദേഹമാണ് പിൽക്കാലത്തെ തീർത്ഥപാദ സ്വാമി. അപ്പോൾ ഈ 2 ആൾക്കാരെ സംബന്ധിച്ചുള്ളൂ ആർക്കും പരാതി പറയാൻ യാതൊരു കാരണവുമില്ല. ഇവരല്ല മറ്റൊരാളാണ് ആർക്കും ചൂണ്ടിക്കാണിക്കാനുള്ളത്. പക്ഷേ പൊൻകുന്നത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ പൊൻകുന്നത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട ആളിനെ നമുക്ക് കണ്ടെത്താൻ. കാരണം ഒരുപാട് പേരുടെ പേരുകൾ നമുക്ക് അതിനുവേണ്ടി പറയാനുണ്ട്. എൻ്റെ ഓർമ്മയിൽ ആദ്യം വരുന്നത് നമ്മുടെ തന്നെ ഒരു മെമ്പറായിരുന്നു, നമ്മുടെ നിങ്ങളുടെ പേരിലായിരുന്നു ജോസഫ് മാത്യു ഒരു ലേഖനം എഴുതുകയുണ്ടായി. ഒരു ലേഖനം എഴുതുകയുണ്ടായി. അതെ, അദ്ദേഹം അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രീമാൻ AK പാച്ചുപിള്ളയാണ്. AK പാച്ചുപിള്ള നമ്മളെ മറ്റ് 2 ശില്പികളെ കുറിച്ച് അല്ല പിതാക്കളെ കുറിച്ച് പറയുമ്പോഴും 2 പേരും ഈ നാട്ടുകാരനായിരുന്നു. അതുപോലെ തന്നെയാണ് ഒരുപക്ഷെ പൊൻകുന്നത്തിൻ്റെ ശില്പിയും പൊൻകുന്നംകാരനല്ലാത്ത ഒരാളെയാണ് ശ്രീ ജോസഫ് മാത്യു അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. അപ്പം എൻ്റെ നോട്ടത്തിൽ പൊൻകുന്നത്തിൻ്റെ ശില്പികൾ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ പേരുകളുണ്ട്. അതുകൊണ്ട് അത് ആരെയെന്ന് കണ്ടെത്തുന്ന ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞാൻ ഓരോരുത്തരുടെയും കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതെനിക്ക് വന്ന് ഇന്നിപ്പോൾ അതിന് സമയം കിട്ടുകയില്ലാത്തതുകൊണ്ട് അത് നമുക്ക് മറ്റൊരു കാമവും പറയാം. മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. പക്ഷെ അതിന് പറയുന്നതിന് മുമ്പ് ആരെയൊക്കെയാണ് നമ്മളിതിൽ അവതരിപ്പിക്കുന്നതെന്നുള്ള ഞാനൊരു ലിസ്റ്റ് പറയാം. ഞാൻ മറ്റേ പലയിടത്തുനിന്ന് കണ്ടെത്തിയ ലിസ്റ്റുകളാണ്. ഞാൻ ഇവരിൽ ആരെയും കണ്ടിട്ടില്ല. ഒരു പക്ഷെ നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ആദ്യമായിട്ടൊന്നാണ് പനിക്കൽ കോര വക്കീൽ. അദ്ദേഹമാണ് കോയിപ്പള്ളിയിലുള്ള 10 ഏക്കറുള്ള ഒരു കോളനി തന്നെ സാധാരണക്കാർക്ക് വേണ്ടി. അദ്ദേഹം ദയാപൂർവം കൊടുത്താണോ അദ്ദേഹത്തെ പറ്റിച്ചാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഫ്രീ ആയിട്ട് കൊടുത്താണ്. അതിൽ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു എന്ന് പറയും, കുട്ടികൾക്ക് നീന്തി കുളിക്കാൻ ഒരു കുളം. അങ്ങനെയുള്ള ആളാണ് പനിക്കൽ കോര വക്കീൽ. രണ്ടാമത് ഒരാളാണ് കല്ലൻ പറമ്പിൽ KH ഹസൻറാവ റാവുത്തർ. അദ്ദേഹം ഈ പ്രദേശത്തെ കച്ചവടമൊക്കെ തുടങ്ങിയത്. പൊൻകുന്നത്തെ ഒരു കേസ്റ്റാൻ്റെ പിതാവായിരിക്കും. അദ്ദേഹമാണ് ഒരുപക്ഷെ പൊൻകുന്നത്തെ മറ്റേ ഒരു വ്യാപാര കേന്ദ്രമാക്കിയാൽ അദ്ദേഹത്തിനൊക്കെ പങ്കാണ്. പിന്നെയുള്ളതാണ് ആണ്ടുമഠം ശിവരാമപിള്ള. സ്ഥലം കൊടുക്കുക. പിന്നെ KG കേശവൻ നായർ, അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് പുന്നൈക്കൽ കേശവൻ നായർ. പിന്നെ നമ്മുടെ നാട്ടുകാരനില്ലാത്ത മജിസ്ട്രേറ്റ് പത്മനാഭപിള്ള. അല്ല, അതൊരു പപ്പുപള്ളിയാണ്. ഇദ്ദേഹം പിന്നീട് വന്നു. ഇദ്ദേഹം ചെയ്ത 2 വഴികളാണ്. ഒന്ന് ഈ വഴികളും മറ്റത്തിൽപ്പടിയുള്ള കലുങ്കും പിന്നെ പൊൻകുന്നം ചെറുകടവ് റോഡും അതൊക്കെ പടുതാണ് ഈ പത്മനാഭപിള്ള. പിന്നെ പുന്നാമ്പറമ്പൽ നീലകണ്ഠപിള്ള. പിന്നെ ദാസൻ ആന്റണി. പിന്നെ ബസ് സർവീസുകൾ തുടങ്ങി, ലോറി സർവീസുകൾ, തിയേറ്റർ തുടങ്ങി. കാര്യം പറയുന്നത് വർക്ക്ഷോപ്പ്, ലോറി സർവീസ്. അതിന്റെ ഒരു ആളും പേര് ദോഷം കേട്ടതാണ്.
PN പിന്നെ ശബരിമല തീവെപ്പ് കേസിലെ ഒരു പ്രതിയാണ്. പ്രതിയാണ്. പിന്നെയുള്ളതാണ് മുമ്പ് പറഞ്ഞ ടി പപ്പുപിള്ള. അദ്ദേഹം ടി പപ്പുപിള്ളയാണ്. ഇതിനു മുമ്പ് പുന്നമ്പറമ്പിൽ നീലകണ്ഠപിള്ളിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീലകണ്ഠപിള്ള പഴയ ചാവടിയിൽ അച്ഛൻ പൂർവികനായിട്ട് കുടുംബം. അദ്ദേഹമാണ് ശരിക്കും അദ്ദേഹത്തിനാണ് പുന്നമ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂള്, പിന്നെ കോർട്ട് കോംപ്ലക്സ്, പിന്നെ പുന്നത്തെ ഇപ്പോഴിരിക്കുന്ന സിവിൽ സ്റ്റേഷൻ്റെ സ്ഥലം, ഇതെല്ലാം അദ്ദേഹം കൊടുത്ത സ്ഥലങ്ങളാണ്. അവിടെ പോലീസ് സ്റ്റേഷനും എല്ലാം അതേപോലെ പുന്നൂർ പുതിയകാവിൻ്റെ ബാക്കിലായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹം കൊടുത്ത സ്ഥലങ്ങളാണ് വളരെ കൂടുതലായിട്ട് പുന്നൂർക്കും ഡെവലപ്പ് ചെയ്യാനായിട്ട് മിക്കവാറും സ്ഥലങ്ങൾ കോടതിപ്പടിക്കലും പോലീസ് സ്റ്റേഷനും എല്ലാം ഇരിക്കുന്ന സ്ഥലമെല്ലാം അവർ കൊടുത്ത എല്ലാം അവർ കൊടുത്താണ്. ദിവാന്റെ കാര്യത്തിൽ കൊടുത്ത. പിന്നെയുള്ളതാണ് ടി പപ്പുപിള്ള. അദ്ദേഹം മജിസ്ട്രേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്താണ് പൊൻകുന്നം പേരിടുന്നത്. 1904 ജനുവരി. അതുപോലെ സ്വദേശി അല്ലല്ല, പെരുമ്പാവൂര് മറ്റേത് അമ്പലത്തിന്റെയാണ്. നമ്മുടെ ഇങ്ങനെ ബാലകൃഷ്ണൻ പിള്ളയുടെ ഫാദറാണ്. അതല്ല ഇങ്ങനെ അത് പത്മനാഭപിള്ള. ഇത് വേറെ പപ്പുപിള്ളയാണ്. അല്ല, അത് അങ്ങനെ അല്ല. ഇത് പൊൻകുന്നം എന്നുള്ള പേരിടുന്ന അതിനൊക്കെ മുമ്പാണ്. അത് രണ്ടിടത്ത് രണ്ട് രീതിയിൽ പൊൻകുന്നം എന്നുള്ള പേരിട്ട് അന്ന് ആ ചന്ത ഉദ്ഘാടനം ചെയ്യാനുള്ള സമയത്താണ് ഈ പൊൻകുന്നം എന്നുള്ള പേരിടാനുള്ള ഒരു ഐതിഹ്യമുണ്ട്. ഇത് ഐതിഹ്യം സത്യമാണെന്ന് എനിക്കറിയില്ല. അതായത് പൊൻകുന്നം ആദ്യം KK റോഡ്, കോട്ടയം കുമളി റോഡ് 1850 മറ്റേ തിരുവിതാംകൂർ ദിവാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്നത്തെ അലൈൻമെൻറ്റ് ചിറക്കട അമ്പലം വഴിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പൊൻകുന്നം എന്ന് പറയുന്നത് കുന്നായിരുന്നു. പൊൻകുന്നം ടൗൺ ഇപ്പോഴും നോക്കിയാൽ 4 സൈഡിൽ നിന്ന് കുന്നം. അപ്പോൾ അവർ ഏറ്റവും താഴ്വര നോക്കിയിട്ട് 20-ാം വഴിയിൽ നിന്ന് ചിറക്കട അമ്പലം വഴി അങ്ങനെ പോയിട്ട് കാഞ്ഞിരപ്പള്ളി മറ്റേ ഇപ്പോഴത്തെ പഞ്ചായത്ത് ഓഫീസിൽ അവിടെ കയറുന്ന രീതിയിലായിരുന്നു ആ താഴ്വര ഉണ്ടായിരുന്നത്. അവരതായിരുന്നു ആദ്യത്തെ അലൈൻമെൻറ്റ്. ആ അലൈൻമെൻറ്റ് വന്നു കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ചിറക്കട അമ്പലത്തിന് ചുറ്റുമുള്ള യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈവേ അതിനെ വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ പ്രൈവസിനെ നഷ്ടപ്പെടും, അമ്പലം അന്യാധീനപ്പെട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ആ നാട്ടുകാർ മൊത്തം അതിനെതിരായിട്ട് വർക്കിയാസൻ. അദ്ദേഹത്തിന്റെ വീട്ടുപേര് എനിക്ക് അറിഞ്ഞൂടാ. പുതുമന പൗലോച്ചൻ, കല്ലൻ പറമ്പിൽ ആസം റാവുത്തർ. അത് മറ്റേ KS കാന്റ് തന്നെയായിരിക്കും. KS കാന്റ് തന്നെയാണ്. ചാപ്പമറ്റത്തിലെ ശങ്കരപ്പിള്ള അതെനിക്കൊന്ന് കുറച്ചുകൂടെ കഴിഞ്ഞാൽ തോന്നുന്നു. അദ്ദേഹവും ഇതിനകത്ത് വളരെ കാര്യമായിട്ടൊരു. പിന്നെ കടപ്പുഴ നാരായണൻ, അതെനിക്കൊന്ന് തകടികളിന്റെ പിതാവായിരിക്കില്ല. അങ്ങനെയാണ് ആദ്യം എന്നെ കടൽ ചന്ത തുടങ്ങിയത്. അല്ലല്ല, വെട്ടിയാങ്കൽ ആശാൻ. ആർക്കറിയാം പേര്? വെട്ടിയാങ്കൽ ആശാന്റെ ഒരു ശ്ലോകമുണ്ട്. അത് വെച്ചാണ് നമ്മൾ പൊൻകുന്നം എന്നുള്ള പേര് കിട്ടിയത്. അങ്ങയുടെ പേര് നാരായണപിള്ള. എനിക്ക് ഇന്നാ കിട്ടിയത് നാരായണപിള്ള. അവിടെ മറ്റേ CMS സ്കൂളിന്റെ അടുത്തായിരുന്നു അങ്ങയുടെ എഴുത്തുകളരി. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ? പിൻഗാമികളുണ്ടോ? അങ്ങനെ നാരായണപിള്ള എന്നായിരുന്നു. ഈയിടെ ഇന്നാ എനിക്ക് കിട്ടി. എവിടെയാ? ശരിക്കും പറഞ്ഞാൽ വെട്ടിയാങ്കലെ കുടുംബം ഞങ്ങളുടെ വീടിന്റെ പല്ലിക്കാട്ടെ അതിന്റെ മുകളിലത്തെ കുടുംബമായിരുന്നു വെട്ടിയാങ്കലെ കുടുംബം. പിന്നെ അയ്യനൂരിൽ ചാക്കോ, KG കേശവൻ നായർ, പിന്നെ PN പിള്ള. ചാക്കോ ചെന്നാക്കുന്നവരാണ്. പുള്ളിയുടെ ആ സ്കൂളൊക്കെ ഉണ്ട്. വീട്ടുവേലിക്കുന്ന തോമ ആ പേരിച്ചിട്ട് പറയാൻ പാടുള്ളൂ. തോമ ദുമിനോക്ക. ഹൈസ്കൂളിന് സ്ഥലം ഗവൺമെന്റ് ഹൈസ്കൂളിന് സ്ഥലം കൊടുത്ത വീട്ടുകാർക്ക്. പിന്നെ തൊട്ടിപ്പീടികയിൽ തൊമ്മൻ കൊച്ചുരാമൻ. എനിക്ക് തോന്നുന്നു ഈ തൊട്ടിപ്പീടിക പുന്നമ്പറമ്പ് വരുന്നതിന് മുമ്പ് ഒരുപാട് പീടികളുണ്ടായിരുന്നു. 10-12 പീടിക ചേർത്തുള്ള ഒരുപാട് വീട്ടുകാരുണ്ട്. മലഞ്ചരക്ക് വ്യാപാരികളൊക്കെ വന്നായിരുന്നു. പിന്നെ പോപ്പുലർ ബസ്സുകാരൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അവരെല്ലാം മലഞ്ചരക്കും ബസ് ലോറി മസൂറാവത്തിലുണ്ട്. പിന്നെ കുറെ പേര് പലചരക്ക് കച്ചവടം എല്ലാം ചെങ്കോട്ടക്കാരാണ്. മിക്കവാറെല്ലാം
ശരിയായിട്ട് ആരാണ് ഇതിന്റെ ശരിക്കുള്ള ദാസൻ, അത് ദാസൻ. ദാസൻ ലോറി ആ വണ്ടി ലോറി കാറും ആന്റണി അതൊക്കെ വാഹനം തിയേറ്ററുമായിട്ട് നമ്മളിട്ട് കമലാവ് സാറ് പി എം പിള്ള ചേട്ടൻ്റെ വകയാണ്. പിന്നെ പഴയ തകടിയ ജോലിക്കടയ്ക്ക് നീണ്ട ഒരു കെട്ടുണ്ടായിരുന്നല്ലോ. 22 കടകളുണ്ടായിരുന്നു. 22 അതൊക്കെ 90 കൊല്ലമായി കാണും അല്ലേ? അല്ല അതുപോലെ തന്നെ ഈ തകിടിയൽക്കാരുടെ ഒരു ഐതിഹ്യം നമ്മുടെ മഹാഗുരു